പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ താറാവ് റോസ്റ്റാണ്. നമുക്ക് കുട്ടനാട് സ്റ്റൈലിൽ താറാവ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ താറാവ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകി നന്നായിട്ട് പൊളിച്ചത് നല്ല സൂപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നുറുക്കിയെടുക്കാറ്. ഇത്തിരി വലിയ പീസായിട്ടുണ്ട് നമ്മൾ നുറുക്കണേ. തീരെ ചെറിയ പീസായിട്ടല്ല നുറുക്കണേ. അപ്പോൾ താറാവ് നുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇച്ചിരി ഉപ്പും വിനാഗിരി വെച്ചിട്ടൊന്ന് കൂട്ടി തിരുമ്പി നന്നായിട്ട് ഒരു ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും താറാവിന്. അത് മാറാൻ വേണ്ടിയാണ് വിനാഗിരിയൊക്കെ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ താറാവ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ഇഞ്ചി 1 ടീസ്പൂൺ ഉണ്ടാ. ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സിങ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ. ചെറുതീയിൽ വയ്ക്കണം. അപ്പോൾ വെള്ളം ഇറങ്ങി ആ വെള്ളത്തിൽ തന്നെ നിന്ന് വെന്തോളും. വെള്ളം പ്രത്യേകിച്ച് നമ്മൾ ഒഴിക്കല്ല. അതൊക്കെ വെച്ചേക്കാം. നമുക്ക് ഒരു 2 അടി അടുപ്പിച്ച് നോക്കാം. നമുക്ക് ചെറുതീലിടാം. നമുക്ക് താറാവ് വെന്തോന്ന് തുറന്നു നോക്കാം കേട്ടോ. നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണുള്ളൂ. നമുക്ക് താറാവിൽ നന്നായിട്ട് നെയ്യുള്ളതാണ്. ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി ഒരു വലിയ കഷ്ണം അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി ഒരു 1/2 കിലോ കേട്ടോ. ചെറിയ ഉള്ളി. ഉള്ളിക്കാണ് അത് ടേസ്റ്റ് കൂടുതലുള്ളത്. അതാണ് ഉള്ളി നല്ലത്. പച്ചമുളക് ഒരു 6 നല്ല എരിവുള്ള മുളക് ഇട്ട് കൊടുത്തേക്കാം. നമുക്കൊരു 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. സവാള നന്നായിട്ടൊന്ന് വാടിക്കോളം നേരം ഒന്ന് ഇറക്കിയിട്ട് കൊടുക്കാം. നമ്മൾ താറാവിന് ഉപ്പിട്ട് വേവിച്ചേക്കണം 1 ടീസ്പൂൺ. അപ്പോൾ ബാക്കി നോക്കിയിട്ട് നമുക്ക് ഉപ്പിടാം. നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നാടൻ വേപ്പിലയാണ്. നല്ല വേപ്പിലയാണ്. അപ്പോൾ താറാവിൻ്റെ നെയ്യ് കുറച്ച് നമ്മൾ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഗ്രേവിയിലേക്കാണ് ഒഴിക്കാട്ടോ. നമുക്ക് ഈ സവാള ഇതിനകത്ത് നന്നായിട്ട് വേവട്ടെ. ഒരു 100 ഗ്രാം അണ്ടിപ്പരിപ്പുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് നമ്മൾ കുതിർത്തി വെച്ച അണ്ടിപ്പരിപ്പാണ്. നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം മിക്സിയിലിട്ട്. സവാള നന്നായിട്ട് വാടി കിട്ടുമല്ലോ. സവാള ഉള്ളി എല്ലാം കൂടി പറഞ്ഞാൽ നല്ല സ്മെല്ലൊക്കെ വരുന്ന കിട്ടുന്നതായിട്ട്. അപ്പോൾ സവാള നന്നായിട്ട് വാടിയിട്ടാ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ.
മല്ലിപ്പൊടി നമുക്കൊരു 3 ടീസ്പൂൺ ഇട്ട് കേട്ടോ. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടി ഇടുള്ളൂ കേട്ടോ. അതിന് കുരുമുളക് ഇത്തിരി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ഇടുള്ളൂ. മസാല നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ടീസ്പൂണാണ്. 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കുരുമുളക് പൊടിച്ചതാണ് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് താറാവ് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി റെഡിയാക്കി എടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ കശുവണ്ടിയുടെ പരിപ്പ് അരിച്ചതോടെ ഒഴിക്കാം കേട്ടോ. നമുക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് വേപ്പില ഇട്ടേക്കാം കേട്ടോ. വേപ്പില കിട്ടുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് താറാവിനെ ഇറക്കി വയ്ക്കാം കേട്ടോ. നമുക്ക് 2 അപ്പം കൂടി താറാവിന് കഴിക്കാം കേട്ടോ. ചൂടപ്പം കൂട്ടി നമുക്ക് 2 കഷ്ണം താറാവ് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ താറാവ് റോസ്റ്റ് നമുക്ക് ഇച്ചിരി കഴിച്ചു നോക്കാം കേട്ടോ. അപ്പം കൂട്ടി സൂപ്പറായിട്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. താറാവിൻ്റെ കാലോട്ട് നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ല ടേസ്റ്റാണ്. ഒന്ന് എല്ലാവരും കഴിച്ചു നോക്കണം പോലെ വെച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് മറന്നു കേട്ടോ, മറക്കല്ലേ.